ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ ആഡ് ചെയ്യാമെന്നാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ബട്ടൺ നമ്മൾ കണ്ടു കാണും. സോറി ഗൈസ്, ക്ലിക്ക് ചെയ്ത് പോയി. അതായത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിലേക്ക് നമ്മൾ പുതിയൊരു മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് ബട്ടണാണിത്. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിൽ, നമ്മൾ യൂട്യൂബിലൊക്കെ പലയിടത്തും നമ്മൾ കാണുന്ന ഒരു ബട്ടണാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളാണ്, വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. മറ്റ് ലാംഗ്വേജിലെ പോലെ കുറേ കോഡ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഇത്ര കോഡ് എഴുതിയാൽ മതി, വെറും ഇത്ര. ഇവിടെ മുതൽ ഇവിടം വരെ ഒരു കോഡ് എഴുതിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു സെറ്റപ്പ് എന്തായാലും നമുക്ക് ക്യൂയിൽ വേണം. ഇതാണ് മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ലോഡ് ഫയൽ ചെയ്യുന്നത് കിവി മെയിൻ കിവിയിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ മെയിൻ കിവി. അപ്പോൾ ഈ ഇതകത്തിൽ നിന്നാണ് നമ്മൾ എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് MD ഫ്ലോട്ട് ലേഔട്ട് എന്നാണ്, ഫ്ലോട്ട് ആക്ഷൻ ബട്ടൺ എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ പേര്. നമ്മൾ ആദ്യം ഒരു MD ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം തൊട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു MD ബോക്സിലായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ബോക്സിലായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓറിയൻറ്റേഷന് നമ്മൾ വെർട്ടിക്കൽ കൊടുക്കുകയാണ്. ഓറിയൻറ്റേഷന് വെർട്ടിക്കൽ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ കൊടുക്കുകയാണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടണിൻ്റെ പേര് എന്ന് പറയുന്നത് MD ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എന്നാണ് ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൻ്റെ പേര്. ഇങ്ങനെ തന്നെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു ഐക്കൺ കൊടുക്കണം. നിങ്ങൾ കണ്ടു കാണും, അവിടെ ഒരു ഐക്കൺ ഉണ്ടാവും ഓരോ ഫ്ലോട്ടിംഗ് ബട്ടണിനും. അതിന് വേണ്ടി നമ്മളിവിടെ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഏതൊരു ഐക്കൺ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ഐക്കണ് നിങ്ങളുടെ ഐക്കണ് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് മെറ്റീരിയൽ ഐക്കൺ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന ഐക്കണൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിളായി തന്നെ അതിൻ്റെ പേരടിച്ചാൽ മാത്രം മതി. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഓൺ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വിളിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആപ്പ് ഡോട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ വിളിക്കുകയാണ്, റൺ ദിസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ കോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആപ്പ് ഡോട്ട് നമ്മുടെ ആ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ അകത്താണ്, നമ്മളുടെ ക്ലാസ്സിൻ്റെ അകത്താണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡെഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഡെഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ഡെഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ഡൂ ദിസ് എന്നാണ് ഞാൻ കൊടുത്തെന്ന് ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെൽഫ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സിമ്പിളായിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ശരിക്കും ക്ലിക്കല്ല പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഒരു ബട്ടണാണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡെമോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഒരു സാധനം പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ വിളിക്കാൻ പോവാണ്. റൺ ദിസ് എന്ന് കൊടുത്തു, ഡൂ ദിസ് കൊടുത്തു, സേവ് ചെയ്തു. അതുപോലെ ഞാൻ സേവ് ചെയ്ത ശേഷം എന്തോ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. അതായത് നമ്മളൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് റൈറ്റ് സൈഡിലാക്കാം, സെൻറ്ററിലാക്കാം, പൊസിഷൻ മാറ്റാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കാം, ക്ലിക്കഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്കഡ് എത്രയോട്ട് ക്ലിക്ക് ചെയ്യുന്ന അതിനനുസരിച്ച് നമുക്ക് അവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇവൻറ്റ് ഫംഗ്ഷൻ നമുക്കിവിടെ വിളിക്കാൻ സാധിക്കും. ഇവൻറ്റ് ഫംഗ്ഷൻ എന്തില്ല, ഇവൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രസ് ചെയ്യുമ്പോൾ എന്ത് നടക്കണമെന്നാണ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൊസിഷൻ മാറ്റണമെങ്കിൽ പോസ് ഹിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. പോസ് ഹിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ഒരു ആട്രിബ്യൂട്ടിക്ക് നമുക്കൊരു ഒബ്ജക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ വിളിക്കുന്നുണ്ട്. സെൻറ്റർ എക്സ് എന്നാണ്. സെൻറ്റർ എക്സ്, അതുപോലെ തന്നെ സെൻറ്റർ വൈ എന്ന് പറഞ്ഞിട്ടുള്ള 2 കീ ഉണ്ട് നമുക്ക്. ഈ ഒരു കീയുടെ വാല്യൂ മാറ്റുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിന് പൊസിഷൻ മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കീ വൈ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ വേണ്ടത് മുകളിലേക്കല്ല,
നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ വേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടെ പൊസിഷൻ ഞാൻ എന്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു പൊസിഷൻ 0 ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ വരാത്തത്. നമ്മളൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മൗസ് കേസർ നോക്കുക, ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടൺ പോവേണ്ടത് ഈ സൈഡിലേക്കാണ്, അതായത് എക്സ് സൈഡിലേക്കാണ്, വൈറ്റ് സൈഡിലേക്കല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ് വാല്യൂ ആണ് മാറ്റുന്നത്. എക്സ് വാല്യൂ നമ്മൾ മാറ്റുന്നത് ഏകദേശം 0.9 ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡ് നമ്മൾ കൊടുക്കണം, വൈ വാല്യൂ നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ ആ ഒരു പൊസിഷൻ അവിടെ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു വൈ വാല്യൂ നമ്മൾ സെൻറ്ററായിട്ട് വെക്കണം. അതിന് വേണ്ടി .5 അല്ലെങ്കിൽ 0.5 കൊടുക്കാം. സേവ് ചെയ്തു. റൺ ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഫ്ലോട്ടിംഗ് ബട്ടൺ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബട്ടൺ നമ്മളുടെ ദിശ അനുസരിച്ചിട്ട് മാറ്റാൻ പോകുന്നത്. എവിടെ വേണമെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ബട്ടൺ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് എനിക്ക് വൈ പൊസിഷനിൽ അവിടെ വേണ്ട, എനിക്ക് മുകളിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ 1 അല്ലെങ്കിൽ 0.5 0.9 ഒക്കെ അടിച്ച് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, എന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബട്ടണിക്ക് വൈ വാല്യൂ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഞാൻ വൈ വാല്യൂ ഞാനിവിടെ അടിച്ചിട്ടും ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ അവിടെ നിന്ന് മാറിയിട്ടില്ല. എക്സ് വാല്യൂ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വൈ വാല്യൂ മാറ്റാൻ പറ്റുമോ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന് നോക്കി. ഫ്ലോട്ടിംഗ് ബട്ടൺ ചെയ്യുന്നത് സിമ്പിളായി ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എന്ന് വന്നിട്ട് അടിക്കുക. അതിനുശേഷം അതിനൊരു ഐക്കൺ കൊടുക്കുക. അപ്പോൾ തന്നെ അതേപോലെ തന്നെ ഓൺ പ്രസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് നടക്കണമെന്ന് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഡു ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിനൊരു പൊസിഷൻ നമുക്കിവിടെ മാറ്റാൻ സാധിക്കും. വൈ വാല്യൂ മാറ്റാൻ സാധിക്കുമോ ഇല്ല എനിക്കറിയില്ല, കാരണം വൈ വാല്യൂ മാറ്റിയിട്ടും പൊസിഷൻ മാറുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ നമുക്ക് എക്സ് വാല്യൂ മാറ്റാൻ സാധിക്കും, ഞാൻ മാറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൽ അതേപോലെ തന്നെ മറ്റ് ആപ്പിലൊക്കെ വരുന്ന പോലെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ 3 ബാർ വരണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.